Good morning, students. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ചെയ്തത് എന്താണ്? ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാം. അതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒരു മെത്തേഡ് എലിമിനേഷൻ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്സ്. ആർബിട്രറി കോൺസ്റ്റന്റ്സ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാം. രണ്ടാമത് പറഞ്ഞ മെത്തേഡ് എന്താണ്? ഫംഗ്ഷൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാം. ഇന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോണത് ഇങ്ങനെ ഫോം ചെയ്ത് കിട്ടുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം. സൊല്യൂഷൻസ് ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അടുത്തായിട്ട് പഠിക്കാൻ പോണത് സൊല്യൂഷൻസ് ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൽ ആദ്യം പഠിക്കേണ്ടത് ലഗ്രാഞ്ചീസ് ലീനിയർ ഇക്വേഷൻസ്. ലഗ്രാഞ്ചീസ് ലീനിയർ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? അതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിനൊരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് എന്താണ്? പി പി പ്ലസ് ക്യൂ ക്യൂ ഇസ് ഈക്വൽ ടു ആർ, where capital P, capital Q, capital R are functions of x, y, z, is the standard form of a linear partial differentiation of the first order. Linear partial differentiation of the first order and is called Lagrange's linear equation. Lagrange's linear equations. അപ്പോൾ നമ്മൾ ആദ്യം സൊല്യൂഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സോൾവ് ചെയ്യാൻ പോകുന്നത് ലഗ്രാഞ്ചസ് ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മളൊരു പാർഷ്യൽ ഡിഫറൻഷിയേഷൻ കിട്ടിക്കഴിയുമ്പോൾ തന്നെ അത് ലഗ്രാഞ്ചസ് ലീനിയർ ഇക്വേഷൻ ആണെന്ന് ചെക്ക് ചെയ്യണം. ലഗ്രാഞ്ചസ് ലീനിയർ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? പി പി പ്ലസ് ക്യൂ ക്യൂ ഇസ് ഈക്വൽ ടു ആർ, വേർ ക്യാപിറ്റൽ പി, ക്യാപിറ്റൽ ക്യൂ, ക്യാപിറ്റൽ ആർ ആർ ഫംഗ്ഷൻസ് ഓഫ് എക്സ് വൈ സെഡ്. അപ്പൊ ലഗ്രാഞ്ചസ് ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് ഒന്ന് പഠിക്കാം. സൊല്യൂഷൻ ഓഫ് ലഗ്രാഞ്ചസ് ലീനിയർ ഇക്വേഷൻ. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോണത് ഇങ്ങനെ വരുന്ന ഒരു ലഗ്രാഞ്ചസ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള പ്രൊസീജിയർ ആണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് കേട്ടോ. Solutions of Lagrange's linear equations. Working group. അതിലെ ഇതൊരു ലഗ്രാഞ്ചസ് ലീനിയർ ഇക്വേഷൻ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പി പി പ്ലസ് ക്യൂ ക്യൂ ഇസ് ഈക്വൽ ടു ആർ, ഇതാണ് ലഗ്രാഞ്ചസ് ലീനിയർ ഇക്വേഷൻ. ലഗ്രാഞ്ചസ് ലീനിയർ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഫൈൻഡ് ദി ഓക്സിലറി ഇക്വേഷൻസ്. ഓക്സിലറി ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഓക്സിലറി ഇക്വേഷൻ ഇതിന് നമുക്ക് 1 എടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 1. PP plus QQ is equal to R. This is taken as 1. The Lagrange PP plus QQ is equal to R എന്ന ലഗ്രാഞ്ചസ് ലീനിയർ ഇക്വേഷന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ എന്നുള്ള ഫോർമുല എന്താണ്? ദാറ്റ് ഈസ് dx by p dy by q dz by r. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലഗ്രാഞ്ചസ് ലീനിയർ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ റൈറ്റ് ദി ഓക്സിലറി ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഓക്സിലറി ഇക്വേഷൻ എഴുതാനുള്ള ഫോർമുല എന്താണ്? dx by p dy by q dz by r. അങ്ങനെ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? സോൾവ് ദി ഓക്സിലറി ഇക്വേഷൻ. ഈ ഓക്സിലറി ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാം. സോൾവ് ദി ഓക്സിലറി ഇക്വേഷൻ ബൈ ഈ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡുകൾ എന്താണ്? ഒന്നാമത്തെ മെത്തേഡ് ഗ്രൂപ്പിംഗ് മെത്തേഡ്. ഗ്രൂപ്പിംഗ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? മെത്തേഡ് ഓഫ് മൾട്ടിപ്ലയേഴ്സ്. മെത്തേഡ് ഓഫ് മൾട്ടിപ്ലയേഴ്സ്. മൾട്ടിപ്ലയർ ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. മൂന്നാമത്തെ മെത്തേഡ് എന്താണ്? combination of 1 and 2. Combination of 1 and 2.
ഈ ഗ്രൂപ്പിംഗ് ഓഫ് മെത്തേഡും മെത്തേഡ് മൾട്ടിപ്ലിക്കേഷൻ കോമ്പിനേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇതിന് സോൾവ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ കേസ് നമ്മൾ ആദ്യം ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു. ഈ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഗ്രൂപ്പിംഗ് മെത്തേഡ് സോൾവ് ചെയ്യുക, രണ്ടാമത് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലയേഴ്സ് ഉപയോഗിക്കുക, മൂന്നാമത് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് സോൾവ്. അപ്പൊ ഇങ്ങനെ മൂന്ന് വിധത്തിൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. ഏതാണ് ഏറ്റവും ആപ്റ്റ് നോക്കിയിട്ട് നമ്മൾ സോൾവ് ചെയ്തെടുക്കുക. മൂന്നാമത്തെ കേസ് എന്താണ്? മൂന്നാമത്തെ കേസില് ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സപ്പോസ് u is equal to a എന്നും അതുപോലെ and v is equal to b എന്നും കിട്ടും. v is equal to b. u is equal to a and v is equal to b are two solutions of one. Are two solutions of one which are obtained by two. ഈ ഗ്രൂപ്പിംഗ് മെത്തേഡിലോ മെത്തേഡ് ഓഫ് മൾട്ടിപ്ലയേഴ്സിലോ വെച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് u is equal to a എന്നും v is equal to b എന്നും കിട്ടും. അതിന്റെ രണ്ട് സൊല്യൂഷൻ എടുക്കാം. സപ്പോസ് u is equal to a and v is equal to b. ഇതാണ് നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ സ്റ്റെപ്പ് അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ u equal to a യും v equal to b യും കിട്ടിക്കഴിഞ്ഞാൽ then we can write the complete solution. As complete solution as f of ab equal to 0. ഇതാണ് കംപ്ലീറ്റ് സൊല്യൂഷൻ. f of ab equal to 0. f of ab equal to 0 or f of uv equal to 0 or u is equal to pi of. ഇതിൽ ഏത് മോഡലിൽ നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് u is equal to a എന്ന് കിട്ടി, v is equal to b എന്ന് കിട്ടി. ഈ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ച് ചെയ്ത് കഴിയുമ്പോൾ u is equal to a എന്ന് v is equal to b എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? f of ab equal to 0. f of ab equal to 0 or f of uv equal to 0 or u is equal to pi of v. അപ്പൊ ലഗ്രാഞ്ചസ് ലീനിയർ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡുകൾ ഗ്രൂപ്പിംഗ് മെത്തേഡും മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഇത് രണ്ടും കൂടി കോമ്പിനേഷൻ ചെയ്തുകൊണ്ടുള്ള മെത്തേഡുകളും. ഇതിൽ ഏതെങ്കിലും മെത്തേഡ് വെച്ച് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് u is equal to a യും v is equal to b എന്നും കിട്ടും. u is equal to a എന്നും v is equal to b എന്നും കിട്ടിക്കഴിഞ്ഞാൽ are the two solution which are obtained by two. ഈ മെത്തേഡിലൂടെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് രണ്ട് സൊല്യൂഷൻ ആണ് u equal to a യും v is equal to b യും. അങ്ങനെ രണ്ട് സൊല്യൂഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്നുള്ള ഫോർമുല എന്താണ്? f of ab is equal to 0. f of ab equal to 0. f of ab equal to 0 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? or f of uv equal to 0 എന്ന് എഴുതാം, അല്ലെങ്കിൽ u is equal to pi of v എന്ന് എഴുതാം. അപ്പൊ നമ്മൾ ലഗ്രാഞ്ചീസ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണ്? അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം തന്നെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒരു ലഗ്രാഞ്ചീസ് ലീനിയർ ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലഗ്രാഞ്ചീസ് ലീനിയർ ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം എങ്ങനെയാണ്? അത് PP plus QQ is equal to R ഫോമിൽ ആണോ നോക്കണം. അതിൽ ക്യാപിറ്റൽ P, ക്യാപിറ്റൽ Q, ക്യാപിറ്റൽ R ആർ ഫങ്ഷൻസ് ഓഫ് XYZ. അപ്പൊ ലഗ്രാഞ്ചീസ് ലീനിയർ ഇക്വേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അത് സോൾവ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് വർക്കിംഗ് റൂൾ എന്താണ്? ആദ്യം നമ്മൾ അതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതാം. ഫസ്റ്റ് വി റൈറ്റ് ദി ഓക്സിലറി ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ എന്നുള്ള ഫോർമുല എന്താണ്? dx by p dy by q dz by r. അപ്പൊ ഇതാണ് ഓക്സിലറി ഇക്വേഷൻ. ഇനി ഓക്സിലറി ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. സൊല്യൂഷൻ ഓഫ് ഓക്സിലറി ഇക്വേഷൻ അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് എന്താണ്? ഗ്രൂപ്പിംഗ് മെത്തേഡ് ഉണ്ട്, അതുപോലെ മെത്തേഡ് ഓഫ് മൾട്ടിപ്ലയേഴ്സ് ഉണ്ട്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് u is equal to a എന്നും v is equal to b എന്നും രണ്ട് സൊല്യൂഷൻ കിട്ടും. u is equal to a എന്ന സൊല്യൂഷനും v is equal to b എന്ന സൊല്യൂഷനും കിട്ടും. അങ്ങനെ രണ്ട് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ എഴുതാനുള്ള ഫോർമുല എന്താണ്? കംപ്ലീറ്റ് സൊല്യൂഷൻ എഴുതാനുള്ള ഫോർമുല f of ab equal to 0. f of ab equal to 0 or we can write f of uv equal to 0 or we can write u is equal to pi of v. This is the working rule for writing the solution of Lagrange's linear equations. Okay.